അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. എല്ലാ വർഷവും ഉളുഹിയ്യത്ത് അറുക്കൽ ആണിനും പെണ്ണിനും ശക്തിയായ സുന്നത്താണ്. കഴിവുള്ളവർ ഒഴിവാക്കൽ കറാഹത്തുമാണ്. ഹനഫി മദ്ഹബിൽ ഉളുഹിയ്യത്ത് അറുക്കൽ വാജിബാണ്. ബലിപെരുന്നാളിന് ചെയ്യുന്ന ഏറ്റവും പുണ്യപ്പെട്ട കർമ്മം ഉളുഹിയ്യത്താണ്. ബലി നടത്തുന്നത് കൊണ്ടാണ് ബലി പെരുന്നാൾ എന്ന പേര് തന്നെ വന്നത്. നിസ്കാരത്തെക്കാളും ഏറ്റവും അഫ്ളലായത് ബലിയറുക്കലാണ്. അതുകൊണ്ടാണ് ബലി നടത്തുന്ന പെരുന്നാൾ എന്നതിന് പേര് വന്നത്. മൻകാന ലഹു സഅത്തുൻ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. കഴിവുണ്ടായിട്ട് ഉളുഹിയ്യത്ത് അറുക്കാത്തവൻ നിസ്കരിക്കാൻ വരുന്നതിൽ വലിയ പുണ്യമൊന്നുമില്ല. കഴിവുണ്ടായിട്ട് ഉളുഹിയ്യത്ത് അറുക്കാത്തവൻ നിസ്കരിക്കാൻ വന്നുകൊള്ളണമെന്നില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ അർഖസു ഫീ തർക്കിഹാ ലിമൻ ഖദറ അലൈഹ. ഉളുഹിയ്യത്തിന് കഴിവുള്ളവൻ ഒഴിവാക്കുന്നതിന് യാതൊരു ഇളവും ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയ്യത്ത് നിയമമായതിനു ശേഷം 10 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ മദീനയിൽ. ഈ 2 ആടുകളെ വീതം 10 വർഷവും അറുത്തിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലം എല്ലാ വർഷവും ഉളുഹിയ്യത്ത് അറുക്കണം. 7 തവണ ഉളുഹിയ്യത്തിൽ കൂടിയാൽ ഒരു മൃഗം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാകാൻ പറ്റില്ല. എല്ലാ വർഷവും ഉളുഹിയ്യത്ത് അറുക്കൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹിയ്യത്ത് അറുത്തു. 2 മൃഗത്തെ 2 ആടിനെ അറുത്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് ഉളുഹിയ്യത്ത് അറുക്കാൻ ആവശ്യപ്പെട്ടു. ഭാര്യമാരോടും ഉളുഹിയ്യത്ത് അറുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ സ്വന്തം 2 മൃഗത്തെ അറുത്തു. മകളോടും ഭാര്യമാരോടും അറുക്കാൻ ആവശ്യപ്പെട്ടു. സ്വഹാബികളോട് അറുക്കാത്തവൻ പള്ളിയിൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞു. അന്നത്തെ ദാരിദ്ര്യാവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്തത്. ഇന്നത്തെ സൗകര്യങ്ങളും സാമ്പത്തിക ശേഷിയും എല്ലാമുള്ള കാലത്ത് എങ്ങനെയാണ് ഉളുഹിയ്യത്തിൽ നിന്ന് കഴിവ് പറഞ്ഞു മാറി നിൽക്കാൻ നമുക്ക് കഴിയുക? ഉളുഹിയ്യത്ത് അറുക്കാൻ പലരും വിചാരിച്ചതുപോലെ അത്ര വലിയ കഴിവൊന്നും ആവശ്യമില്ല. തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാളിൻ്റെ രാവു പകലുകളിൽ ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം ഇത് കഴിച്ച് ഒരു ഉളുഹിയ്യത്തിൽ ഷെയർ കൂടാൻ തനിക്ക് സമ്പത്തുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉളുഹിയ്യത്ത് കഴിവുള്ളവനാണ്. ഉളുഹിയ്യത്തിന് കഴിവുള്ളവനാണ് അവരൊക്കെ ഉളുഹിയ്യത്ത് അറുക്കണം. പെണ്ണുങ്ങളും അറുക്കണം, ആണുങ്ങളും അറുക്കണം. സ്വന്തമായി കഴിവുള്ള, ജോലിയുള്ള, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്ന എത്രയോ സ്ത്രീകളുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. അവരൊക്കെ ഉളുഹിയ്യത്തിന് കൂടണം. ഭർത്താവിൻ്റെ അറവിൽ ഭാര്യമാരോ കഴിവുള്ള മക്കളോ ഒഴിവാവുകയില്ല. ഗൾഫിലുള്ളവരെ വിളിച്ച് ഉളുഹിയ്യത്തിൽ കൂടാൻ ആവശ്യപ്പെടണം. അവർ നാട്ടിലുള്ളവരെ വക്കാലത്താക്കിയാൽ മതി. അവരവിടെ അറക്കാൻ കഴിയുമെങ്കിൽ അവിടെ അറക്കാം. അല്ലെങ്കിൽ നാട്ടിൽ അവർ ഉളുഹിയ്യത്ത് അറുക്കാൻ വക്കാലത്തായി കാശ് കൊടുത്ത് ആളുകളെ ഏൽപ്പിക്കണം. അങ്ങനെ എല്ലാവരും, കഴിവുള്ളവരൊക്കെ ഉളുഹിയ്യത്തിൽ സജീവമായി പങ്കെടുക്കണം. ഒരിക്കലും ഒഴിവാകാൻ പാടില്ല. കഴിവില്ല എന്ന് പറഞ്ഞിട്ടോ യുദ്ധമാണ്, ക്ഷീണമാണ്, പ്രയാസമാണ്, 7 കൊല്ലം പൂർത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മൃഗത്തെ മുഴുവനായി അറുത്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് ഉളുഹിയ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ, കഴിവ് കണ്ടെത്തി മാറി നിൽക്കാൻ ആർക്കും പറ്റില്ല. അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഉളുഹിയ്യത്ത്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നാം കാശ് ചെലവഴിക്കാറുണ്ട്. ഒരു മുട്ടായി കൊടുക്കാൻ എത്ര കാശാണ് നമ്മൾ ചെലവഴിക്കുന്നത്?
ഒരു നിശ്ചയത്തിന്, ഒരു കല്യാണത്തിന്, ഒരു സൽക്കാരത്തിന് എത്രയാണ് നമ്മൾ കാശ് ഇടിച്ചു തള്ളുന്നത്? എന്തെല്ലാം വകുപ്പിൽ നാം കാശ് ചെലവഴിക്കുന്നു. മുറ്റം കട്ട വിരിക്കാൻ, പൂച്ചട്ടി വാങ്ങാൻ, അതുപോലെ മൊബൈൽ മാറ്റാൻ, വണ്ടിയുടെ ആക്സസറീസുകൾക്ക്, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾക്ക് നമ്മൾ കാശ് കണ്ടെത്തുന്നു, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും പരമാവധി ഉളുഹിയത്തിൽ ഷെയർ ചേരണം. ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറി നിൽക്കാൻ ആരും തയ്യാറാകരുത്. ഉളുഹിയത്തിന് മാറി നിൽക്കുകയാണെങ്കിൽ കറാഹത്താണ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അവർക്ക് അപലക്ഷണങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകാം, നാശനഷ്ടങ്ങളുണ്ടാകാം, കടക്കണിയിൽപ്പെടാം, കച്ചവടം പൊട്ടാം, അതുപോലെ ഒരുപാട് ദുരന്തങ്ങളും പ്രയാസങ്ങളും അവരെ തേടി വരും, മുസീബത്തുകൾ അവരെ ബാധിക്കും എന്നൊക്കെയാണ് കറാഹത്താണ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, അള്ളാഹു സത്യവിശ്വാസികളെ തൊട്ട് അവർക്ക് കണക്കാക്കിയ വലിയ രോഗങ്ങളെയോ അപകടങ്ങളെയോ മുസീബത്തുകളെയോ അവൻ തട്ടിക്കൊടുക്കും, അവൻ പ്രതിരോധിക്കും. അള്ളാഹു നേരിട്ട് പ്രതിരോധിക്കും. ആർക്ക്? ശരിയായ ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത, ഉളുഹിയത്ത് പോലെയുള്ള പുണ്യപ്രവർത്തനങ്ങളിൽ ആക്റ്റീവായ, നിരന്തരം അത്തരം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന, സംഘടിപ്പിക്കുന്ന, സഹകരിക്കുന്ന, അതിലൊക്കെ സജീവമായി കൂടുന്ന ആളുകളെ അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്യും. ഉളുഹിയത്ത് മുസീബത്തുകളെ തടയും. മരണം മുന്നിൽ കണ്ട എത്രയെത്ര സന്ദർഭങ്ങളിലാണ് നാം അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അതൊരു പക്ഷേ ഉളുഹിയത്ത് പോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കൊടുത്തതുകൊണ്ടാകും, ഉളുഹിയത്തിൽ കൂടിയതുകൊണ്ടാകും. നമ്മൾ തിരിച്ചറിയണം. ആശുപത്രിയിലെ വലിയ ബില്ലടക്കേണ്ടി വരാത്തത്, മാരകമായ രോഗം പിടിപെടാത്തത്, മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ഇതൊക്കെ ഉളുഹിയത്ത് പോലെയുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ടാകും. നമ്മളത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ ഇന്നൽ ഉൽഹിയത ഹിയൽ മതായ തംഹുൽ ഖതായ വതദ്ഫഉൽ ബലായ. തീർച്ചയായും ഉൽഹിയത്ത് എന്നത് നിങ്ങളെ ദോഷം പൊറുക്കാൻ പറ്റിയതാണ്, നിങ്ങൾക്ക് സിറാത്ത് പാലം വിട്ടുകിടക്കാൻ സഹായിക്കുന്നതാണ്, നിങ്ങളെ ദുന്യാവിലെയും ആഖിറത്തിലെയും അപകടങ്ങളിൽ നിന്ന് സുരക്ഷ ഓഫർ ചെയ്യുന്നതാണ്, നിങ്ങളെ പ്രതിരോധിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും. തംഹുൽ ഖതായ, നിങ്ങളെ ദോഷം പൊറുക്കും. വതദ്ഫഉൽ ബലായ, നിങ്ങളെ മുസീബത്തുകളെ തടുക്കും. ദുരന്തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നത് ഉളുഹിയത്ത് പോലെയുള്ള സൽക്കർമ്മങ്ങളാണ്. തുഞ്ചി സ്വാഹിബഹ മിൻ ശർരി ദുനിയ വ മിൻ ശർരിൽ ആഖിറ, ദുനിയാവിലെ അപകടങ്ങളിൽ നിന്നും പാരത്രിക ലോകത്തെ ദുരന്തങ്ങളിൽ നിന്നും ഷെറുകളിൽ നിന്നും അത് നിങ്ങളെ രക്ഷപ്പെടുത്തും. തുഞ്ചി സ്വാഹിബഹ, ഉളുഹിയത്തറുക്കുന്നവരെ രക്ഷപ്പെടുത്തും ദുനിയാവിലെയും ആഖിറത്തിലെയും ഷെറിൽ നിന്ന് എന്ന് പറഞ്ഞത് കള്ളം പറയാത്ത നാവിൻ്റെ ഉടമയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഉളുഹിയത്തിൽ നമ്മളൊക്കെ ആക്റ്റീവാവുക. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് അന്നത്തെ പകലിലോ അല്ലെങ്കിൽ അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങളിലോ നമുക്ക് ഉളുഹിയത്തിൽ ഷെയർ ചേരാം. അത് അറിവ് സംഘടിപ്പിക്കാം, അതിൽ ഭാഗവക്കാകാം, അതിനുവേണ്ടി പണം കണ്ടെത്താം. എല്ലാവരെയും അതിന് പ്രചോദിപ്പിക്കുന്നു. അള്ളാഹു ഈ വർഷം മുതൽക്ക് നിരന്തരമായി എല്ലാ വർഷങ്ങളിലും ജീവിച്ചിരിക്കുന്ന കാലത്തോളവും ഉളുഹിയത്ത് അറുക്കാനും അത് സംഘടിപ്പിക്കാനും അതിൽ സജീവമാകാനും നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.